ഹായ് ഓൾ, നമുക്കിന്ന് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് എന്താണെന്നുള്ളത് പഠിക്കാം. മോഡേൺ ട്രെൻഡ്സ് ഓഫ് ടാക്സോണമിയിലെ വരുന്നൊരു ബ്രാഞ്ചാണ് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത് ഒരു എമേർജിങ് ബ്രാഞ്ച് ഓഫ് ടാക്സോണമിയാണ്. റീസെൻ്റ്ലി എമേർജ് ആയിട്ടുള്ള ടാക്സോണമിയുടെ ഒരു ബ്രാഞ്ചാണിത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോളിക്കുലാർ ബേസിസിലുള്ള സ്റ്റഡിയാണ്. മോളിക്കുലാർ സിമിലാരിറ്റി ഓഫ് ഓർഗാനിസമാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ബയോളജി എന്നൊക്കെ പറയുന്നത് DNA, RNA, പ്രോട്ടീൻ അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്റ്റഡീസാണ്. അപ്പോൾ ഇവിടെ മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ DNAയും RNAയും അവരുടെ ന്യൂക്ലിയോടൈഡ്സും പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് ഇവിടെ ടാക്സോണമി ചെയ്യുന്നത്. അതിൻ്റെ മോളിക്കുലാർ ടാക്സോണമിയുടെ രണ്ട് കോർ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, ഒരു ഓർഗാനിസത്തിനെ മോളിക്കുലാർ ലെവലിൽ സ്റ്റഡി ചെയ്യുമ്പോൾ സെയിം സ്പീഷ്യസിലുള്ള രണ്ട് മെമ്പേഴ്സ് ഐഡൻറ്റിക്കലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു DNA നമ്മൾ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പീഷ്യസിൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും DNA എന്തായിരിക്കും? ഒരു 99% സിമിലർ ആയിരിക്കും. അപ്പോൾ സെയിം സ്പീഷ്യസിലുള്ള മെമ്പേഴ്സ് ഐഡൻറ്റിക്കൽ ആണെന്ന് നമുക്കതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ക്ലോസ് റിലേറ്റഡ് സ്പീഷ്യസ് മേ ബി ക്ലോസ്ലി സിമിലർ. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസിൻ്റെ മൊളിക്കുലാർ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻസ് നടത്തുമ്പോൾ അവർ ക്ലോസ്ലി സിമിലർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങും ചിമ്പാൻസിയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മോളിക്കുലാർ ലെവലിലുള്ള ഐഡൻറ്റിഫിക്കേഷൻസ്, മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡീസ് ക്ലോസ്ലി സിമിലർ ആണെന്ന് കാണാൻ പറ്റും. മെമ്പേഴ്സ് ഓഫ് ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് സ്പീഷ്യസ് മേ ബി ലെസ് സിമിലർ. വളരെയധികം ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് റിലേഷനേ അവർ തമ്മിലുള്ളൂ എന്നുണ്ടെങ്കിൽ ലെസ് സിമിലർ ആയിരിക്കും അവരുടെ മോളിക്കുലാർ സ്റ്റഡീസ്. ആൻഡ് മെമ്പേഴ്സ് ഓഫ് അൺറിലേറ്റഡ് സ്പീഷ്യസ് മേ ബി ടോട്ടലി ഡിഫറെൻറ്റ്. ഒരു ഓർഗാനിസം അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു ഓർഗാനിസം, വേറൊരു സ്പീഷ്യസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്പീഷ്യസും വേറൊരു സ്പീഷ്യസും ഒരു തരത്തിലുള്ള ബന്ധമില്ലെങ്കിൽ അവരുടെ മോളിക്കുലാർ സ്റ്റഡീസ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് അവർ തമ്മിലുള്ള സിമിലാരിറ്റി എങ്ങനെയാണ്, ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് പ്രോട്ടീൻസും ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് ഓഫ് ജീൻസും ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രോട്ടീൻസ് ഫോം ചെയ്തിട്ടുള്ളത് അമിനോ ആസിഡുകൾ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അവരുടെ സീക്വൻസും ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് ഓഫ് ജീൻസ്, DNAയിലുള്ളൊരു സെഗ്മെൻറ്റാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീനിലുള്ള ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ആ ഒരു സ്റ്റഡി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അൺറിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഏതാണ്, ഹൈലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് മോളിക്കുലാർ ടാക്സോണമി വെച്ച് പറ്റും. ഇതാണ് മോളിക്കുലാർ ടാക്സോണമിയുടെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത് മോളിക്കുലാർ ബയോളജി ടെക്നിക്സ് സിസ്റ്റമാറ്റിക്സിൽ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് പഠിക്കുന്നത്, നമ്മൾ മെയിനായിട്ട് ഇവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പുറമേയുള്ള മോർഫോളജിക്കൽ ഡീറ്റെയിൽസ് അല്ല നോക്കുന്നത്, ഉള്ളിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് ഫൈലോജനറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്ലാഡിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിനി പഠിക്കും ക്ലാഡിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫൈലോജനറ്റിക് സ്റ്റഡീസാണ്. എവല്യൂഷണറി റിലേഷൻഷിപ്പാണ് നമ്മൾ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സിൽ പഠിക്കുന്നത്. എവല്യൂഷണറി സിസ്റ്റമാറ്റിക്സിൽ അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് DNA, RNA, പ്രോട്ടീൻ സീക്വൻസുകളാണ്. ഇപ്പോൾ പ്രോട്ടീൻ സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടീനിലെ ഓരോ അമിനോ ആസിഡുകളും, ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ സിസ്റ്റീൻ, സെറിൻ, ല്യൂസിൻ, ഫിനലല്ലി എന്നൊക്കെ പറയുന്നത് ഒരു അമിനോ ആസിഡാണ്. അതൊരു പ്രോട്ടീനിൻ്റെ സീക്വൻസുകളാണ്. ഇപ്പോൾ ഒരു DNA നമ്മൾ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ DNA സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, DNAയിലുള്ള കണ്ടൻറ്റുകൾ തൈമിൻ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അതെങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് DNA സീക്വൻസിങ്. ഇതുപയോഗിച്ചുകൊണ്ടാണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും DNAയോ RNAയോ പ്രോട്ടീൻസൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്കത് പഠിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസിൽ മോളിക്കുലാർ ലെവലിൽ ഹൈ സിമിലാരിറ്റിയും, എന്നാൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് എന്ന് പറയുന്നത് കുറച്ച് റിലേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സ്പീഷ്യസിൽ പാറ്റേൺ ഓഫ് ഡിസ്സിമിലാരിറ്റി കൂടുതലായിട്ട് കാണാൻ പറ്റും. സിമിലർ ആയിട്ടുള്ളത് വളരെയധികം സിമിലർ ആയിട്ടുള്ള സ്പീഷ്യസ് ആയിരിക്കും. ഡിസ്സിമിലർ പാറ്റേൺ ഓഫ് മോളിക്കുലാർ പാറ്റേൺസ് കാണിക്കുന്നത് ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്
ക്ലാഡിസ്റ്റിക്സ് ആൻഡ് ഫൈലോജനറ്റിക് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫൈലോജനറ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സിൽ ചെയ്യുന്നത്. ഈ മോളിക്കുലാർ ടാക്സോണമി അല്ലെങ്കിൽ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ DNA, ക്ലോറോപ്ലാസ്റ്റ് DNA, മൈറ്റോകോൺട്രിയൽ DNA ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലുള്ള DNA ആണ് മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുന്നത്. പ്ലാന്റ്സിലുള്ള ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള DNA ആണ് ക്ലോറോപ്ലാസ്റ്റ് DNA എന്ന് വിളിക്കുന്നത്. കോമൺ ആയിട്ട് കാണുന്ന ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള DNA ആണ് ന്യൂക്ലിയർ DNA എന്ന് വിളിക്കുന്നത്. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നു. അതുകൂടാതെ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻസ്, പ്രോട്ടീനെ കോഡ് ചെയ്യാത്ത സ്പേസ് റീജിയൻസ്, RNA, റൈബോസോമൽ ആയിട്ടുള്ള RNA ഒക്കെ നമ്മൾ മോളിക്കുലാർ ടാക്സോണമിക് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന DNA ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളുടെ പേരുകളാണ്, അതിൻ്റെ അബ്രിവിയേഷനെങ്കിലും പഠിച്ചു വയ്ക്കുക, RFLP, RAPD എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം, റാൻഡം ആംപ്ലിഫൈഡ് DNA പോളിമോർഫിസം RAPD, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം RFLP ഒക്കെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസം തമ്മിലുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി, അവർ എങ്ങനെയാണ് ഹൈബ്രിഡ് ഫോം ചെയ്യുന്നത്, ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ബേസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് DNA എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടാകുമ്പോൾ ആ മ്യൂട്ടേഷൻസിനനുസരിച്ചിട്ടാണ് വേരിയേഷൻസ് അല്ലെങ്കിൽ ഡൈവർജൻസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇതൊരു DNA ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ DNA എന്തെങ്കിലും ഇപ്പോൾ ഒരു UV റേഡിയേഷൻ, അതൊരു മ്യൂട്ടാജൻ ആണ്, മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു ഏജൻ്റാണ്. അപ്പോൾ ഈ ഒരു DNA ചേഞ്ച് അതിന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവും, ഓരോ ഓർഗാനിസം വേറെ ഓർഗാനിസം ഡിഫറൻ്റ് ആയിരിക്കും. മ്യൂട്ടേഷൻ കാരണം എന്തുണ്ടായിരിക്കും, DNA ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡൈവർജൻസിന് അത് കാരണമാവുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്പീഷ്യസിൽ ഫൈലോജനറ്റിക്കൽ അനാലിസിസിന് ഇങ്ങനെയുള്ള DNA മ്യൂട്ടേഷൻ സ്റ്റഡീസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. DNA ഷുഡ് ബി എക്സലൻറ്റ് ടൂൾ ഫോർ ഇൻഫെറിങ് ഫൈലോജനി പഠിക്കാനായിട്ട് നമ്മൾ DNA അത്രയും നന്നായിട്ടുള്ള ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് പഠിച്ച് വേരിയസ് ടാക്സയിൽ ഡൈവർജൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ സീക്വൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഫൈലോജനി പഠിക്കാനായിട്ട് പറ്റും. വേറൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA സീക്വൻസുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള DNA സീക്വൻസുകളെ അലൈൻ ചെയ്യിപ്പിക്കും. അവരെ നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് എവിടെയാണ് സിമിലാരിറ്റീസ് എന്ന് കണ്ടുപിടിക്കും. അതിനെയാണ് ഹോമോലോഗസ് സീക്വൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഒരു DNA വേറൊരു DNA അലൈൻമെൻറ്റ് ചെയ്ത് ഒന്നിച്ച് വെച്ചതിന് ശേഷം ജീനിലെ ഹോമോലോഗസ് സീക്വൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് സ്റ്റഡീസ് നടത്താറുണ്ട്. അങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൈറ്റോകോൺട്രിയൽ DNA അങ്ങനെയുള്ള DNAകളിലേക്കുള്ള മ്യൂട്ടേഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് മോളിക്കുലാർ ക്ലോക്ക് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അതായത് അധികം ചേഞ്ചുകൾ വരാത്ത DNA ആണ്. അപ്പോൾ അതിലെന്തെങ്കിലും മ്യൂട്ടേഷൻ, ചെറിയ മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് മോളിക്കുലാർ ക്ലോക്ക് ഫോം ചെയ്യാൻ പറ്റും. മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറയുന്നത് പാസ്റ്റിലും ഫ്യൂച്ചറിലും ഉണ്ടാവുന്ന മോളിക്കുലാർ ഡൈവർജൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോളിക്കുലാർ ക്ലോക്കായിട്ട് ഫോം ചെയ്യുന്നത്. മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറയുന്നത് മോളിക്കുലാർ ലെവലിൽ പാസ്റ്റും ഫ്യൂച്ചറിലും ഉണ്ടാവുന്ന ചേഞ്ചസുകളെയാണ് പറയുന്നത്. അങ്ങനെ ഈ മോളിക്കുലാർ ഫൈലോജനിയുടെ ബേസിസിൽ നമുക്ക് റിലേഷൻഷിപ്പ് ട്രീ ഒക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ റിലേഷൻഷിപ്പ് ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓർഗാനിസം വേറൊരു ഓർഗാനിസമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തു നമുക്ക് പഠിക്കുന്നതിനെയാണ് റിലേഷൻഷിപ്പ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ സാങ്കർ സീക്വൻസിങ്, അതായത് സാങ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് DNA സീക്വൻസിങ്ങും പ്രോട്ടീൻ സീക്വൻസിങ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോന്നും എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. പ്രോട്ടീനിലുള്ള ഓരോ അമിനോ ആസിഡ് എന്താണ്, DNAയിലുള്ള ഓരോ ന്യൂക്ലിയോടൈഡ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. ഈ സീക്വൻസിങ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോളിക്കുലാർ ടാക്സോണമിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോളിക്കുലാർ സ്ട്രക്ചറുകൾ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹോമോലോഗസ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ. എങ്ങനെയാണ് മോളിക്കുലാർ ക്ലോക്ക് ഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു. റിലേഷൻഷിപ്പ് ട്രീസ് അത് വെച്ച് നമ്മൾ ഫോം ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത്.
അപ്പോൾ DNA ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജി ഉണ്ട്. DNA ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓർഗാനിസത്തിന്, ഒരു യുണീക്ക് ആയിട്ടുള്ള സ്പീഷ്യസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് DNA ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ക്രൈം സീനിൽ പോയിട്ട് ക്രൈം നടത്തിയിട്ടുള്ള ആ ഒരു കുറ്റവാളിയുടെ ഏതെങ്കിലും ഒരു ഹെയറോ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് അവരുടെ DNA ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ പറ്റും. അപ്പം അതിനെയാണ് DNA ഫിംഗർ പ്രിൻ്റ് എന്ന് വിളിക്കുന്നത്. അത് യുണീക്കായിട്ടുള്ള പാറ്റേൺ ആയിരിക്കും ഓരോ ഇൻഡിവിജ്വലിനും. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത്. PCR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നമുക്കെപ്പോഴും ഇപ്പോൾ ഒരു ക്രൈം സീനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റവാളിയുടെ ഒരു ഹെയർ ഫൊലിക്കിൾ മാത്രം അല്ലെങ്കിൽ ബ്ലഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് DNA അതൊന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ DNAന് നമ്മൾ ആംപ്ലിഫിക്കേഷൻ നടത്തണം. DNAയുടെ കണ്ടൻറ്റുകൾ നമ്മൾ കൂട്ടി കൊണ്ടുവരണം. DNA ഡബിൾ ചെയ്ത് ആ ആംപ്ലിഫിക്കേഷൻ നടത്തുന്ന പ്രോസസ്സിനെയാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസും എവിടെ ഉപയോഗിക്കുന്നുണ്ട്? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്ത് ജീൻ ആംപ്ലിഫിക്കേഷനൊക്കെ നടത്തിക്കൊണ്ട് ഈ ഒരു മോളിക്കുലാർ ബേസിസിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. മോളിക്കുലാർ ക്ലോക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് വെച്ച് നമുക്ക് കോമൺ ആൻസിസ്റ്ററിയുടെ അവിടെ നിന്നുള്ള ബ്രാഞ്ചിങ് പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. Determine how current genetic lineage branch off from the common ancestry and determine when it is branching occurs. അതായത് കോമൺ ആൻസിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പൂർവികൻ ഉണ്ടായിരുന്നു, നമുക്കൊക്കെ മുന്നുണ്ടായിരുന്ന ഒരാൾ കോമൺ ആൻസിസ്റ്ററിയിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായി വന്നത് എന്നുള്ളതാണ് നമ്മളിങ്ങനെ ബ്രാഞ്ചിങ് പാറ്റേൺസ് വെച്ചിട്ടാണ് കാണിക്കുക. ഈ ബ്രാഞ്ചിങ് പാറ്റേൺസ് അനാലിസിസ് നടത്താനായിട്ട് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ടെക്നിക്കൽ ബേസിസിൽ പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് മോളിക്കുലാർ ടാക്സോണമി അപ്ലൈ ചെയ്യുന്നത്, അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ മോളിക്കുലാർ ടാക്സോണമി അല്ലെങ്കിൽ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് പഠിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിസിൻസിലൊക്കെ കുറച്ചുകൂടി നമുക്ക് പ്രോപ്പറായിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് മെഡിക്കൽ ഫീൽഡിലുണ്ട്. മെഡിസിൻസ് ഫോർമേഷനൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ടു പ്രെഡിക്റ്റ് ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ allow scientists to track the epidemic pathogens. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പാത്തജൻസിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണെന്നും അതൊക്കെ പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂട്ടോണിക് വൈറസസിനെ പറ്റിയിട്ടുള്ള റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ചില വൈറസുകൾ, ചില എനിമൽ വൈറസുകൾ മനുഷ്യനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് എനിമൽസിലുള്ള വൈറസ് മനുഷ്യനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ഹ്യൂമൻ ബീയിങ്ങിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സൂട്ടോണിക് വൈറസ് എന്ന് വിളിക്കുന്നത്. എപ്പിഡമിക് ആയിട്ടുള്ള പാത്തോജൻസിനെയും സൂട്ടോണിക് ആയിട്ടുള്ള വൈറസിനെയൊക്കെ പറ്റി പഠിക്കാനും അവരുടെ എവല്യൂഷൻ എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അതായത് ഒരു വൈറസ് ഫ്യൂച്ചറിൽ എന്തായി മാറും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് വെച്ച് പറ്റും. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ എവല്യൂഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഡ്രഗ് റെസിസ്റ്റൻസ്. ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ എവല്യൂഷൻ, ഡ്രഗ് റെസിസ്റ്റൻസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു അസുഖം ഇൻഫ്ലുവൻസ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം മെയിനായിട്ടത് കാരണമാവുന്നത് ഒരു വൈറസാണ്. ഇപ്പോൾ ഇൻഫ്ലുവൻസ എയുടെ കാരണമാവുന്ന വൈറസ് എങ്ങനെയൊക്കെയാണ് ഇവോൾവ് ചെയ്യുന്നത്, അവരുടെ മോളിക്കുലാർ ബേസിസിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എവല്യൂഷന് അനുസരിച്ചിട്ടുള്ള വാക്സിൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു കോവിഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡിന് കാരണമാവുന്നത് കൊറോണ വൈറസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൊറോണ വൈറസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്, അവർക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുന്നുണ്ട്, സ്ട്രെയിൻസ് ഏതൊക്കെയാണ് മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് വേറെ സ്ട്രെയിനായി മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വാക്സിൻസ് വേറെ കുറച്ചുകൂടി മാറ്റം വരുത്തേണ്ടി വരും. വാക്സിൻ ഫോർമേഷന് ഫർദർ സ്ട്രെയിനുകൾ ഉണ്ടാകുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് അത് വാക്സിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവല്യൂഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഡ്രഗ് റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാനായിട്ടും ഈ ഒരു മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യുന്നതാണ് DNA ബാർകോഡിങ്ങിൽ. നമ്മൾ പഠിച്ചതാണ് DNA ബാർകോഡിങ് എന്താണെന്നുള്ളത്. DNA ബാർകോഡിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊന്ന് പഠിക്കാനായിട്ട് മോളിക്കുലാർ ആയിട്ടുള്ള ഫൈലോജനി DNA ബാർകോഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ മൈറ്റോകോൺഡ്രിയ DNA, ക്ലോറോപ്ലാസ്റ്റ് DNA ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് DNA ബാർകോഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പെറ്റേണിറ്റി ടെസ്റ്റിന് ഇപ്പോൾ ഒരു കുട്ടി അച്ഛനെ അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെറ്റേണിറ്റി പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനെ ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ചൈൽഡ് പെറ്റേണിറ്റി ടെസ്റ്റിന് നമുക്ക് ഈ മോളിക്കുലാർ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ക്രിമിനൽ ഫോറൻസിക് സ്റ്റഡീസിന് ജനറ്റിക് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ പറ്റിയിട്ട് അവരുടെ കണക്ഷൻ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണക്ഷൻ ബിറ്റ്വീൻ എനിമൽസ് പ്രീവിയസ്ലി തോട്ട് ടു ബി അൺറിലേറ്റഡ്, അതായത് നമുക്ക് മുന്നേ നമ്മൾ അൺറിലേറ്റഡ് ആണെന്ന് വിചാരിച്ചിരുന്ന പല ഓർഗാനിസംസും തമ്മിലുള്ള കണക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഫ്ലൈയിങ് ഫോക്സസ് അല്ലെങ്കിൽ ഫ്രൂട്ട് ബാറ്റ്. ഫ്രൂട്ട് ബാറ്റ് വേറെ മറ്റേ സാധാരണ ബാറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഫ്രൂട്ട് ബാറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രൂട്ട് ബാറ്റിൻ്റെ എന്താ പറയുക, അവരും പ്രൈമേറ്റിൻ്റെ ബ്രെയിൻ ഓർഗനൈസേഷനും നമ്മൾ നല്ല ബന്ധം കാണിക്കുന്നുണ്ട്. ബ്രെയിൻ ഓർഗനൈസേഷനിൽ പ്രൈമേറ്റ്സും അതുപോലെ തന്നെ ഫ്ലൈയിങ് ഫോക്സും വളരെ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ബാറ്റും അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങും അല്ലെങ്കിൽ പ്രൈമേറ്റ്സിൽ പെടുന്നതാണ് നമ്മളൊക്കെ. അപ്പോൾ അതിൽ അവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ മോളിക്കുലാർ ബേസിസിലെ സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കി ഫ്രൂട്ട് ബാറ്റും പ്രൈമേറ്റ്സും ബ്രെയിൻ ഓർഗനൈസേഷനിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായി. മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു എവിഡൻസ് നമുക്ക് തരുന്നുണ്ട്. മോർഫോളജിക്കൽ ടാക്സോണമിയിൽ നിന്നും കുറച്ചുകൂടി ട്രഡീഷണൽ ആയിട്ടുള്ള ടാക്സോണമിയിൽ നിന്നും കിട്ടാത്ത പല എവിഡൻസും നമുക്ക് ഈ ഒരു മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് നമുക്ക് കുറച്ചുകൂടി നല്ല എവിഡൻസ് നൽകാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടാക്സോണമിക്കൽ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാനായിട്ട് മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അത് തന്നെയാണ്. എന്താണ് DNA-യും അമിനോ സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോമോലോഗി കണ്ടുപിടിക്കാനും ഫൈലോജനറ്റിക് ട്രീ ഉണ്ടാക്കാനും പറ്റും. ഫൈലോജനറ്റിക് ട്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. ഒരു ട്രീയെ പോലെ നമ്മൾ കൺസിഡർ ചെയ്ത് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈലോജനറ്റിക് ട്രീ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഡാറ്റാബേസ് ഫോം ചെയ്യാൻ പറ്റും DNA സീക്വൻസിങ് വെച്ച്. അത് കുറച്ചുകൂടിയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മൈറ്റോകോൺഡ്രിയ DNA ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവരുടെ ഫൈലോജനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ബിക്കം ക്ലിയർ ടു സിസ്റ്റമാറ്റിക്സ് ഓൺലി ബൈ സ്റ്റഡിങ് മോളിക്കുലാർ മെത്തേഡ്സ്. മോളിക്കുലാർ സ്റ്റഡി ചെയ്യുമ്പോഴാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ പഠിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പല ഡാറ്റാബേസുകൾ ഉണ്ടായിരിക്കും. ഒരേ ഡാറ്റാബേസ് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് മോഡൽസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റിസൾട്ട് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് മോളിക്കുലാർ DNA അല്ലെങ്കിൽ മോളിക്കുലാർ ബേസിസിൽ പല മോഡലുകൾ ഉണ്ടായിരിക്കും. ഈ പല മോഡലുകളും സെയിം ഡാറ്റാബേസ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. പിന്നെ ഇത് എവല്യൂഷണറി ഹിസ്റ്ററി നമ്മൾ എല്ലാ സ്പീഷീസിൻ്റെയും ക്ലിയർ ആയിട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ ഉണ്ടാക്കാൻ, അതായത് മോളിക്കുലാർ ബേസിൽ സ്റ്റഡി ചെയ്ത് ഡാറ്റ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ല. ക്വിക്കായിട്ട് നമുക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ ഡാറ്റ ഉപയോഗിച്ച് അനാലിസിസ് നടത്തിയിട്ട് കമ്പയർ ചെയ്ത് എന്താ പറയുക, ഡാറ്റ കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ അനാലിസിസിന് വേണ്ടി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. കുറേ സമയം അതിനെടുക്കും. അതായത് ഒരു ഓർഗാനിസം വേറെ ഓർഗാനിസമായിട്ട് എങ്ങനെ സിമിലറാണ്, ഹോമോലോഗി ആയിട്ടുള്ള അനാലിസിസ് നടത്തുന്നു, ഹോമോലോഗസ് സീക്വൻസ് അലൈൻമെൻറ്റ് നടത്തി ചെയ്യുന്നതൊക്കെ കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്, സ്ലോ പ്രോസസ്സാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സിൽ നമുക്ക് പറയാനുള്ളത്. വാട്ട് ഈസ് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് എന്നുള്ളത് നോക്കണം. മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് എമർജിങ് ബ്രാഞ്ച് ഓഫ് ടാക്സോണമിയാണ്. മെയിനായിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് DNA RNA പ്രോട്ടീൻ സീക്വൻസിൻ്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. ക്ലാഡിസ്റ്റിക്സ് ആണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഫൈലോജനറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടെക്നിക്സ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ മ്യൂട്ടേഷൻസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഹോമോലോഗസ് സീക്വൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള മെത്തേഡുകൾ നോക്കുന്നുണ്ട്. PCR ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. DNA ഫിംഗർ പ്രിൻറ്റിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് പറഞ്ഞു മെഡിസിൻസിൽ, അതുപോലെ തന്നെ ഓരോ വൈറസുകളുടെ എവല്യൂഷൻ പഠിക്കാനായിട്ട്, ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗുകളുടെ റെസിസ്റ്റൻസിനെ പറ്റി പഠിക്കാനൊക്കെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യും. ബാർകോഡിങ് ടെക്നിക്കുകൾ, പെറ്റേണിറ്റി ടെസ്റ്റിൽ, ക്രിമിനൽ ഫോറൻസിക് ടെസ്റ്റിലൊക്കെ നമ്മളത് യൂസ് ചെയ്യും. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ ട്രെൻഡാണ്, ടാക്സോണമിയിലുള്ള സിസ്റ്റമാറ്റിക്സിലുള്ള മോഡേൺ ട്രെൻഡാണ് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.